എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതം കണ്ടുണരുവാൻ ഈ ഡിസംബർ മാസം 14-ാം തീയതി ദൈവം നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ പ്രഭാത ജാഗരണ ശുശ്രൂഷയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശുദ്ധ ദിവസത്തിന്റെ എല്ലാ നന്മകളും ദൈവം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സഭകൾക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഏവർക്കും വചനത്തിലേക്ക് കടന്നു ചെല്ലാം. ഇന്ന് നാം നിത്യാഗ്നി എന്ന വിഷയത്തെക്കുറിച്ചാണ് ധ്യാനിക്കുവാനായിട്ട് കടന്നു പോകുന്നത്. നിത്യാഗ്നി. മത്തായിയുടെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു വേദവാക്യമാണ് നാം ഇന്ന് രാവിലെ ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ശബദ ദിവസം എന്താണ് നിത്യാഗ്നി? ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിപ്പാൻ നമുക്ക് അല്പസമയം ചെലവിടാം. പ്രത്യേകിച്ച് ഇന്ന് ക്രൈസ്തവ ലോകം മുഴുവനും കെടാത്ത തീയെക്കുറിച്ചും നിത്യമായും എരിയുന്ന ഒരു നരകത്തെക്കുറിച്ചും ഒക്കെ ധാരാളം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് ഈ ഒരു ജാഗരണത്തിലൂടെ നാം മനസ്സിലാക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. ഒരിക്കൽ 1871 ഒക്ടോബർ മാസം 8-ാം തീയതി ഷിക്കാഗോ എന്ന നഗരത്തിൽ ആർക്കും തടയുവാൻ കഴിയാത്ത വിധത്തിൽ വലിയൊരു തീ പടരുവാൻ തക്കവണ്ണം ഇടയായി. ആ തീയുടെ വ്യാപ്തി അത്രത്തോളം വ്യാപകമായതിനാൽ 3 ദിവസത്തേക്ക് ആ തീ അണയ്ക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന അഗ്നിശമന സേനാ വിഭാഗത്തിന് സാധിച്ചില്ല. അത്രമാത്രം വലിയ ഗോളങ്ങളായി മതിലുകൾ പോലെ ഈ തീ ആളിപ്പടരുകയും ധാരാളം മരങ്ങൾ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അതിഭയങ്കരമായി വേഗത്തിൽ ഈ കാട്ടുതീ വ്യാപിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. 300-ലധികം പേർ മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ നമ്മോട് പറയുന്നത്. എങ്കിലും ഏകദേശം 3 ചതുരശ്ര അടി മൈൽ ദൂരം നശിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ തീ ഇടയായി തീർന്നു. പ്രത്യേകിച്ചും ജലസ്രോതസ്സുകളൊക്കെ തന്നെ ഈ തീയാൽ ചുറ്റപ്പെടുകയും തീയുടെ ചൂട് നിമിത്തം ആ ജലസ്രോതസ്സുകൾ വറ്റിപ്പോവുകയും ചെയ്തതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം പോലും ഈ അഗ്നിശമന സേനാ വിഭാഗത്തിന് ലഭിക്കാതെ വരികയും തീ അണയ്ക്കുവാൻ വലിയ പ്രയാസവും വെല്ലുവിളികളും അവർ നേരിടുവാൻ ഇടയാവുകയും ചെയ്തു. എന്നാൽ ഒക്ടോബർ 9-നും ജൂലൈ 4-നും ഇടയിൽ വ്യാപകമായി പലയിടത്തും അതിശക്തമായ മഴ പെയ്തതുകൊണ്ട് ദൈവത്തിന്റെ കൃപയും കരുണയും അവരുടെ മേൽ പ്രവഹിക്കുകയും ആ മഴകൾ നിമിത്തം അധികമായിട്ട് ഈ കാട്ടുതീ നഗരത്തിലേക്കും പട്ടണങ്ങളിലേക്കും വ്യാപിക്കാതെ ആ തീ തടയിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവസാനത്തെ കണക്കെടുപ്പിൽ ഏകദേശം $222 മില്യൺ സ്വത്തുകൾ നശിപ്പിക്കപ്പെട്ടു എന്നും കൃത്യമായി എത്ര പേർ മരിച്ചു എന്ന് പറയുവാൻ പോലും സാധിക്കാത്ത തരത്തിൽ ആളുകൾ തീക്കിരയാവുകയും അവരുടെ എല്ലിൻ കഷ്ണങ്ങൾ പോലും തീയാൽ നശിപ്പിക്കപ്പെടുകയും കൃത്യമായി കണക്കെടുക്കുവാൻ സാധിക്കാത്ത തരത്തിൽ ഷിക്കാഗോയിൽ നടന്ന ആ തീപിടുത്തം വലിയൊരു പ്രതിസന്ധി അമേരിക്കയിൽ ഉണ്ടാക്കുകയും ചെയ്തു എന്ന് നമ്മെ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്മാരുടെ അവസ്ഥയെക്കുറിച്ച്, അവർക്കുണ്ടാകുന്ന ഗതിയെക്കുറിച്ച് യേശുക്രിസ്തു വിവരിപ്പാൻ ഇടയായപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. 3:12 നാം നേരത്തെ വായിച്ച വാക്യം തന്നെ കെടാത്ത തീയിൽ അവരെ ഇട്ട് കളയും എന്ന് വേദപുസ്തകത്തിൽ ദുഷ്ടന്മാരെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശിക്ഷയെ അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷാവിധിയെ നിത്യാഗ്നി എന്ന പദപ്രയോഗത്താലും വചനം പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താണ് വാസ്തവത്തിൽ ഇന്ന് അനേകർ ചിന്തിക്കുന്നത് പോലെ എന്നേക്കും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്നേക്കും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയെക്കുറിച്ചാണോ ഈ പദം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? ആ പദം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാമെങ്കിലും വാസ്തവത്തിൽ എന്താണ് സത്യം എന്ന് നാം ബൈബിളിൽ പരിശോധിക്കുവാനായിട്ട് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പാപികൾ എന്നേക്കും ദുഷ്ടന്മാരായവർ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ, യേശുക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കുവാൻ മനസ്സു വെക്കാതെ, യേശുവിനെ അറിയുവാൻ മനസ്സും താല്പര്യവും വെക്കാതെ, ഈ ലോകത്തിൽ ദുഷ്ടന്മാരായി ദൈവഹിതം പ്രവർത്തിപ്പാൻ മനസ്സു വെക്കാതെ ദൈവവചനത്തെ ലംഘിച്ചും തന്നിഷ്ടപ്രകാരം ജീവിക്കുവാൻ തിരഞ്ഞെടുക്കുകയും ചെയ്ത ആ ദുഷ്ടന്മാർക്ക് ഒരു നിത്യാഗ്നിയുടെ ശിക്ഷാവിധിയുണ്ട് എന്ന് വചനം പറയുമ്പോൾ അവർ എന്നേക്കും കത്തിക്കൊണ്ടിരിക്കും.
അല്ലെങ്കിൽ അവരുടെ തീ എന്നേക്കും കത്തിക്കൊണ്ടിരിക്കും എന്ന അർത്ഥത്തിലാണോ നാം അത് മനസ്സിലാക്കേണ്ടിയത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ എന്നേക്കും എന്നുള്ള അല്ലെങ്കിൽ നിത്യാഗ്നി എന്ന പദത്തെ പരിശോധിക്കുവാൻ തക്കവണ്ണം നാം ഇടയായാൽ ഐനോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം നാം യൂദായുടെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചാൽ, യൂദായിൽ ആകെ ഒരു അധ്യായമേ ഉള്ളൂ, അതിൽ 7-ാമത്തെ വാക്യം പരിശോധിച്ചാൽ സോദോം ഗോമോറ, അവിടെ ദൈവം തീ ഇറക്കി ആ നഗരത്തെ നശിപ്പിച്ചപ്പോൾ അത് നിത്യാഗ്നിയാൽ നശിപ്പിക്കപ്പെട്ടുവെന്നും ആ നഗരങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമായി കിടക്കുന്നു എന്നും യൂദ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. അതിനർത്ഥം നിത്യാഗ്നി എന്നത് എന്നേക്കും എരിയുന്ന ഒരു അഗ്നിയാണ് എന്ന് വരികിൽ സൊദോം ഗൊമോറ ഇന്നും എരിഞ്ഞുകൊണ്ടിരിക്കേണ്ടതാകുന്നു. എന്നാൽ ഇന്ന് അപ്രകാരമുള്ള ഒരു തീയും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കത്തില്ല. ആ നിത്യമായ അഗ്നി എന്ന പദം കൊണ്ട് ആ യവന പദം വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് എ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ, ഒന്നും അവശേഷിക്കാതെ സകലത്തെയും ചാരമാക്കുന്ന, സകലത്തെയും നാമാവിശേഷമാക്കുന്ന, എല്ലാം കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ ചൂണ്ടിക്കാണിക്കുവാനാണ് അപ്രകാരം ഒരു പദം ഐനോസ് എന്ന യവന പദം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ സ്വർഗത്തിലെ സ്നേഹവാനായ ദൈവം തന്നെ സ്വീകരിക്കാതെ ദുഷ്ടന്മാരെ എന്നേക്കും നരകത്തിൽ എരിയുവാൻ വിട്ടേച്ച് സ്വർഗത്തിൽ സന്തോഷിക്കുകയല്ല. ദൈവത്തിന് തീർച്ചയായും ദുഷ്ടന്മാരുടെ മരണവും ദുഃഖം തന്നെയാണ്. അവരെന്നെ സ്വീകരിപ്പാൻ മനസ്സ് വെച്ചില്ലല്ലോ, ആ വേദന നമുക്കുണ്ടാകും, ദൈവത്തിനുണ്ടാകും, സ്വർഗത്തിലെ സകല ദൂതന്മാർക്കും, വീഴ്ച ഭവിക്കാത്ത ഗോളങ്ങളിലെ സകലർക്കും ആ വേദന എപ്പോഴും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. എന്നാൽ എന്നേക്കും എരിയുക എന്നതിലൂടെ ആ ദുഷ്ടന്മാർ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും എന്ന ഒരു ചിന്തയാണ്, എന്നൊരു അർത്ഥമാണ്, എന്നൊരു വ്യാഖ്യാനമാണ് നമുക്ക് വാസ്തവത്തിൽ ബൈബിൾ നൽകുന്നത്. മത്തായിയുടെ പുസ്തകം 25:41 വാക്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, ശപിക്കപ്പെട്ടവരെ. ആരാണ് ഈ ശപിക്കപ്പെട്ടവർ? ദുഷ്ടന്മാർ, ദൈവത്തെ സ്വീകരിപ്പാൻ മനസ്സ് വയ്ക്കാത്തവർ, ദൈവഹിതപ്രകാരം സഞ്ചരിപ്പാൻ മനസ്സില്ലാതിരുന്നവർ. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. അങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി. എന്താണ് അങ്ങനെ പോകുവീൻ എന്ന് പറയുന്നത്? അവരെക്കുറിച്ചുള്ള, ദുഷ്ടന്മാരെ കുറിച്ചുള്ള യാതൊരു ഓർമ്മകളും അവശേഷിപ്പിക്കാത്ത തരത്തിൽ ദൈവം ഈ ലോകത്തിൽ നിന്നും ദുഷ്ടന്മാരെ കുറിച്ചുള്ള, പാപത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നേക്കുമായി തുടച്ചു മാറ്റും. അവരുടെ നാശം പൂർണ്ണമായിരിക്കും. സൊദോമിലും ഗൊമോറയിലും നിത്യാഗ്നിയാൽ ദൈവം ശിക്ഷാവിധി അയച്ചു എന്ന് പറയുമ്പോൾ ഇന്നും അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നില്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. അവയെ തിരുത്തി യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ മടങ്ങി വരുവാനും ആ അഗ്നിയിൽപ്പെട്ട് എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടാതിരിക്കേണ്ടതിന് യേശുവിനെ നമുക്ക് സ്വീകരിപ്പാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കാം. അതിനായി എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു തീരുമാനമെടുക്കും എന്ന പ്രത്യാശയോടെ നിങ്ങളെ ഓരോരുത്തരെയും എന്നെ തന്നെയും ദൈവകരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്.